ഇതൊരു കഥയല്ല, ഒരു ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ദുരിതത്തിന്റെ നേർക്കാഴ്ച. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ തോട്ടപ്പള്ളി എന്ന പ്രകൃതി സുന്ദരമായ തീരദേശ ഗ്രാമം. കടലും കായലും സംഗമിക്കുന്ന ഈ സുന്ദരദേശത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഭൂതകാലമുണ്ടായിരുന്നു. എന്നാൽ ചിത്രം ഇന്നാകെ മാറി. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന വീടുകൾ, കടൽക്കലിയിൽ അനുനിമിഷം ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന തീരം, എല്ലാ സ്വപ്നവും വിധിക്കടിയറ വെച്ച് വിറങ്ങലിച്ചു നിൽക്കുന്ന നിസ്സഹായരായ ജനത, കരിയുന്ന കടലിലേക്ക് നോക്കി എരിയുന്ന വയറുമായി കഴിയാൻ വിധിക്കപ്പെട്ടവർ. കാരണം അശാസ്ത്രീയമായ കരിമണൽ ഖനനം, സർക്കാരിൻ്റെയും ആർത്തിമൂത്ത ഇടനിലക്കാരുടെയും ഗൂഢതന്ത്രം ഒരു ജനതയെ മുഴുവൻ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മണൽ കൊള്ള, അധികാരവർഗത്തോടുള്ള നിരന്തര സമരമല്ലാതെ ഇതിനൊരു പരിഹാരമില്ലെന്ന തിരിച്ചറിവിൽ സമൂഹ മനസാക്ഷിക്ക് മുന്നിലേക്ക് ഒരു നേർചിത്രം. ശാന്താക്ക, എന്തൊരു കിടപ്പാ ഇത്? എഴുന്നേറ്റേ. കഴിക്കക്ക, അക്കയ്ക്ക് ഇഷ്ടപ്പെട്ട കറിയുണ്ട്, കഴിക്ക്. ഇതാ. ആ, നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് എനിക്കിതൊക്കെ കൊണ്ടു തരുന്നത്. പക്ഷേ എനിക്കിത് തൊണ്ടെന്ന് കിഴിപ്പോട്ടിറങ്ങത്തില്ല. അക്ക, എന്താ അക്ക ഇത്? ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് വെച്ചതാ, അതേപടി ഇരിക്കുന്നു. നീ അന്നേ പറഞ്ഞതാ അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന്. പക്ഷെ എന്റെ കഷ്ടകാലത്തിന് ഞാനത് കേട്ടില്ല. വരാനുള്ളത് വഴി തങ്ങത്തില്ല എന്റെ ശാന്താക്ക. ഓപ്പറേഷത്തിന് മുമ്പ് പണം മുഴുവൻ തരാമെന്ന് പറഞ്ഞ ദ്രോഹിയെ കടുക്കൈ ചെയ്യിച്ചത്. എന്നിട്ട് എന്തായി? അവനെപ്പോഴേ മുങ്ങിയില്ലേ? ആകെ കൂടെ ബാലൻ മോനൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു. എന്നിപ്പോ ഈ വറുതിക്കാലത്ത് റേഷൻ വാങ്ങാനും മരുന്ന് വാങ്ങാനും അവനാ തരുന്ന. ചേച്ചിയെ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് 10-20 പേരെ പറ്റിച്ചെന്നാ കേട്ടത്. കടവോട്ട് തീർന്നു, അതുമില്ല. കെട്ടി വിറ്റ് തിന്നവളെന്ന പേര് ദോഷം എനിക്ക്. ഒക്കെ പോട്ടൊക്കെ സാരമില്ല. കരയാതെ എല്ലാം ശരിയാകും. ശാന്തേ, ഓ, ഇരിക്കണ.
ശാന്തേ, ഏത് നിമിഷവും ഈ വീട് കടലെടുക്കും. അതുകൊണ്ട് വാശിയൊക്കെ മാറ്റിവെച്ച് നീ ഞങ്ങളോടൊപ്പം വരണം. അക്കേ, ഛെ, അതെ അക്കേ, ആഹാരശേഷം കഴിക്കേണ്ട മരുന്നൊക്കെ എന്തിയേ? എനിക്കിനി എന്തിനാ കൊച്ചെ മരുന്നും മന്ത്രമൊക്കെ? കടലമ്മ വിളിക്കുമ്പോ പോകണ്ടോളല്ലേ ഞാൻ. എനിക്കിനി ഒന്നും വേണ്ട. മരുന്ന് കഴിച്ച് കിട്ടുന്ന ജീവിതവും എനിക്ക് വേണ്ട. അണ്ണ, കൂടുതലൊന്നും ആലോചിക്കണ്ടക്ക. വാ, എന്റെ വീട്ടിലോട്ട് വാ. നമുക്കൊരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാം. വാ, വാന്നേ. എന്തിനാ കൊച്ചെ എല്ലാം നഷ്ടപ്പെട്ട് എനിക്കിനി ഉറക്കം? കൊച്ചു പൊയ്ക്കോ കൊച്ചെ, പൊയ്ക്കോ. ഇന്ന് രാത്രി എന്നെ കടലമ്മ വിളിക്കും. ഞാൻ പോകും. കടലമ്മയുടെ കൊട്ടാരത്തിൽ രാജകുമാരിയെ പോലെ ഞാൻ ജീവിക്കും. വിഷമിക്കാതെ എന്റെ പൊന്നെ. എന്ത് ചെയ്യാനാ? ശാന്തേ, ആശാനെ ഇരിക്കെ. ആശാനെ, യുദ്ധക്കളത്തിൽ തളർന്നുപോയ അർജുനെ ഉപദേശം കൊണ്ട് ധൈര്യം കൊടുത്ത് ധർമ്മയുദ്ധം വിജയിപ്പിച്ച ശ്രീകൃഷ്ണ പരമാത്മാവ് ആ ഭഗവാന് പോലും നമ്മളെ രക്ഷിക്കാനാവില്ലെന്നായിരിക്കുന്നു. അതിരിക്കട്ടെ, ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം? ശാന്തയ്ക്ക് ഇവിടം വിട്ടു പോരാൻ മനസ്സില്ലാന്ന്. ശാന്തി അങ്ങനെ ചിന്തിക്കുന്നതിൽ അവളെ തെറ്റു പറയാൻ പറ്റുമോ? അവൾ ജനിച്ചു വളർന്ന വീടല്ലേ ഇത്. മോളെ, നിന്റെ ഈ ചിന്ത ആത്മഹത്യാപരമാണ്. എന്തിനും പരിഹാരം കാണാനുള്ള പ്രായം നിനക്ക് ഇനിയുമുണ്ട്. ദൂരേക്കൊന്നും പോകണ്ട, എന്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. ചിത്തം കലങ്ങുവതിന് ഹേതു തെളിഞ്ഞു നിൽക്കേ നെഞ്ചിക്കുരുക്കമില്ലേതൊരുവന് അവനാണ് ധീരൻ. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യം കൈവിടാൻ പാടില്ല. കാറ്റും കോളും ചുഴിയും മലരിയുമുള്ള കടലിലാണ് നമ്മൾ പണിയെടുക്കുന്നത്. അവിടെ കാണിക്കുന്ന ധൈര്യത്തിനൊരു അംശം പോരെ നമ്മുടെ ജീവിതം വിജയിക്കാൻ? ക്ഷമിക്കണോ ആശാനെ, ആശാനെ വിവരം അറിയിക്കാൻ ഞാൻ താമസിച്ചു പോയി. സാരമില്ലടോ, എല്ലാം നല്ലതാണെന്ന് കരുതിയാൽ മതി. വാ മോളെ, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ഇന്നെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം. അത് നിന്റെ കൂടെ തന്നെ വേണം. എന്റെ ദൈവമേ, ആശാന്റെ ഉപദേശം നമുക്ക് അനുസരിക്കാം. നമുക്ക് ഇറങ്ങാം. വാ. എന്താണോ സന്തോഷമായില്ലേ? ആശാനെ, നന്നായി വരുവടോ. ടീച്ചറെ, എന്തുണ്ട്? ടീച്ചർ സമരപന്തലിലേക്കാണോ? ഇന്ന് അവധി ദിവസമല്ലേ, കുറച്ച് സമയം പൊതുജന സേവനം കൂടി അത് നന്നായി. അല്ലേലും ടീച്ചർ ചെയ്യുന്നെല്ലാം സേവനം തന്നെയാണല്ലോ. അതേ കുട്ടി, ഈ സമരത്തിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടിയാണ് ഇന്നീ സമരം. അതെ, എനിക്ക് ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല ടീച്ചറെ, ചേട്ടൻ അനുവദിക്കത്തില്ല. പിന്നെ പുള്ളി ഭരണകക്ഷിയുടെ ആളാ. കഷ്ടം.
മനസ്സിലാക്കാം. പാർട്ടിക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറായി നടക്കുമല്ലേ? പരമാവധി സഹിക്കണം കുട്ടി. അനുഭവം ഗുരുവെന്നാണല്ലോ പ്രമാണം. ഒരിക്കൽ സത്യം മനസ്സിലാക്കി അയാൾക്ക് നല്ല ബുദ്ധി തോന്നി മടങ്ങി വരും. അത് എന്റെ വിശ്വാസമാണ്. ചേട്ടന് നല്ല ബുദ്ധി കൊടുക്കാൻ ഞാൻ ദിവസവും കാവിലമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ടീച്ചറെ. വിഷമിക്കേണ്ട കുട്ടി, എല്ലാം നല്ലതിനാന്ന് കരുതിയാ മതി. ശരി മോള് ടീച്ചർ. പോയിക്കോ. സാധനം കൊണ്ടുവരണ്ടേ? ഇതിനകത്ത് ഇത്ര ആളില്ലേ? ഇവർക്ക് എല്ലാവരും കൂടെ നമ്മൾ വിളമ്പേണ്ടി വരും. നമുക്ക് അപ്പുറത്തോട്ട് മാറി നിന്നവരെ അടിച്ചാലും ടാക്സീസ് അവിടെ നിന്ന് കിട്ടും. അതുപോലെ ദേ വരുന്നൊരുത്ത് നോക്കിനി അവനും കൊടുക്കേണ്ടി വരും. ഈ മനുഷ്യൻ്റെ മുഖത്ത് എപ്പോഴും ഈ ഒരു കഴിക്കാൻ എന്താ വേണ്ടേ ചേട്ടാ? 6 ചായ, ഒരെണ്ണം വിത്തോട്ടെ. നമ്മുടെ ആ സമരസമിതി ഓഫീസിലേക്കാണേ. ശരി. ലാൽജി വന്ന ആളിനെ മനസ്സിലായ കരിമണൽ കന്നത്തിൻ്റെ ആളാണ് സമരസമിതിയിലുള്ളതാണ്. ഇനി എന്ത് സമരമാടേ? ആവശ്യക്കാരെ മണലെല്ലാം വാരി പണമെല്ലാം പോക്കറ്റിലാക്കിയില്ലേ? ഇവിടെ സമരം 1500 ദിവസം. ശരാ, ഇത് നല്ല കോമഡി തന്നെ. അതെ അതെ, ഈ സമരമൊക്കെ ഒരു പ്രഹസനമല്ലേ? ഞങ്ങളുടെ പാർട്ടിക്കാരായിരുന്നെങ്കിലേ മണ്ണ് വാരാൻ വരുന്നവനെ അടിയും കൊടുത്ത് തുടിയും വലിച്ചു കയറി വണ്ടിയും കത്തിച്ച് പറഞ്ഞു വിട്ടേനുമായിരുന്നു. സഖാവേ, അതിനൊക്കെ ഒരു വർഗബോധം വേണം, പ്രത്യയശാസ്ത്രബോധം വേണം. ആണോ? എന്തേ? നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമരക്കാരെ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മളൊക്കെ സമാധാനമായി കിടന്നുറങ്ങുമ്പോൾ തല്ലുകൊള്ളാനും കേസ് പറയാനും നടക്കുന്നവരെ അംഗീകരിക്കാൻ പഠിക്കണം. നാടിൻ്റെ ദുരിതം കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരെ നമുക്ക് മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. അത് ഓർക്കണം. വിനയൻ സാറിന് ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരാവശ്യവുമില്ല. അപ്പനപ്പന്മാർ സമ്പാദിച്ച സ്വത്തുണ്ട്, അദ്ദേഹം ജോലി ചെയ്ത് സമ്പാദിച്ച സ്വത്തുണ്ട്. മനുഷ്യരുടെ ദുരിതം കാണാനാകാതെ ഈ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാ. തന്നെ പണി എപ്പോഴും സമരം സമരം എന്നും പറഞ്ഞ് നടക്കുക. ആരെങ്കിലും മണ്ണ് വാരിക്കൊണ്ടുപോയി പൈസ ഉണ്ടാക്കുന്നതിന് ഇദ്ദേഹം ഇവിടെ കിടന്ന് സംസാരിച്ചിട്ട് വല്ല കാര്യം കണ്ടില്ലേ? കരയാകെ വാരിക്കൊണ്ട് പോവുകയാണ്. ഇനി എത്ര നാൾ ഈ കട ഇവിടെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം. നാരായണൻ പറഞ്ഞതെല്ലാം ശരിയാ. എല്ലാവരും ചെവി തുറന്ന് കേക്ക്. സമരം ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം നടുക്കടലിലാകും. പിന്നെ (2002, 2004) കാലഘട്ടത്തിൽ അന്നത്തെ സർക്കാർ കരിമണൽ ഖനനത്തിന് ഉത്തരവിട്ടു. തീരദേശത്തെ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള ആ നടപടി ശരിക്കും അന്നത്തെ മനുഷ്യസ്നേഹികളായിട്ടുള്ള നാട്ടുകാർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സമരരംഗത്തേക്കിറങ്ങി. ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന ആ സമരത്തിനൊടുവിൽ ആ ഒരു നിർദ്ദേശം സർക്കാർ പിൻവലിക്കുകയും കരിമണൽ ഖനനം നിർത്തിവെക്കുകയും ചെയ്തു. സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. പക്ഷേ ധനമോഹികളായ ശതകോടികൾ കാത്തിരിക്കുന്ന കരിമണൽ ലോബി വെറുതെ ഇരുന്നില്ല. അവർ കഴുകന്മാരെ പോലെ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരവസരം വീണ് കിട്ടിയത്. കുട്ടനാട്ടിലെ പ്രദേശങ്ങൾ പ്രളയജലത്തിനടിയിലായി. കുട്ടനാടിനെ സംരക്ഷിക്കുവാൻ, ആ പ്രളയജലം ഒഴുക്കിക്കളയുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കുക എന്നുള്ളത്. ഇതിൻ്റെ മറവിൽ തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കുവാൻ ആരംഭിക്കുകയും സർക്കാർ വീണ്ടും ഖനനം തുടങ്ങിവെക്കാൻ ആരംഭിക്കുകയും തുടർന്നുള്ള നടപടികളിലേക്ക് പോകുകയും ചെയ്തു. നിങ്ങൾക്കറിയാമോ, കാലാകാലങ്ങളായിട്ട് ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധന്മാരും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഖനനം തുടർന്നു. സമുദ്രത്തിന് ഒരു നിയമമുണ്ട്. സമുദ്രത്തിൽ എവിടെയെങ്കിലും കുഴി രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് പരിസര പ്രദേശങ്ങളിലുള്ള മണലിനെയൊക്കെ ആവാഹിച്ചെടുക്കുകയും തീരദേശം നേർത്തില്ലാതാവുകയും ചെയ്യും. അതോടൊപ്പം തീരദേശത്തെ വീടുകളുമൊക്കെ അപകടത്തിലാവുകയും ചെയ്യും. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് നിർഭാഗ്യവശാൽ ഈ കരിമണൽ ഖനനം ഇവിടെ നടന്നു പോകുന്നത്. മനുഷ്യസ്നേഹികളായ നമുക്ക് ഇത് കണ്ടുകൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. ഈ തീരദേശത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറായ ഈ കരിമണൽ ഖനനം നമുക്ക് എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ സമരമുഖത്ത് തുടരുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സമൂഹത്തിലെ ഉയർച്ച താഴ്ചകളൊക്കെ
നമ്മൾ രക്തവും മാംസവും കൊടുത്ത് അതിൻ്റെ കൂടെ നിൽക്കണം. ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതല്ല ഒരു സമൂഹ സ്നേഹി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിജയം കണ്ടെത്തുന്നതുവരെ ഈ കരിമണൽ ഖനനത്തിനെതിരായ സമരം മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. തീരദേശം സംരക്ഷിക്കും. കരിമണൽ കമ്പനികൾ തീരം വിടുക. കരിമണൽ കമ്പനികൾ തീരം വിടുക. മുഖ്യമന്ത്രി രാജിവെക്കുക. കരിമണൽ ഖനനം CBI അന്വേഷിക്കുക. കരിമണൽ ഖനനം CBI അന്വേഷിക്കുക. കരിമണൽ കമ്പനികൾ തീരം വിടുക. കരിമണൽ കമ്പനികൾ തീരം വിടുക. തീരദേശം സംരക്ഷിക്കൂ. തീരദേശം സംരക്ഷിക്കൂ. തീരദേശം സംരക്ഷിക്കൂ. കമ്പനികൾ തീരം വിടുക. കരിമണൽ കമ്പനികൾ തീരം വിടുക. എന്തുവാടോ ഇത്? ഇരിക്കെ ആശാനെ ഇരിക്കി. ഇങ്ങനൊരു സമരം നടന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് വളരെ കഷ്ടമാട്ടോ. അതെ ആശാനെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ കടപ്പുറത്തിൻ്റെ അവകാശികൾ നമ്മളല്ലേ? നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആളുകളല്ലേ നമുക്ക് വേണ്ടി ഭരിക്കുന്നത്? അപ്പോൾ ഈ മണലെടുക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ ആശാനെ? അല്ലേ അല്ല. ഈ കരിമണൽ ഖനനം തുടങ്ങിയാൽ ഇവിടുത്തെ നമ്മുടെ തീരം നശിക്കുമെന്നും നമ്മളൊക്കെ പെരുവഴിയിലാകുമെന്നും അവർക്കറിയാം. കാലാകാലങ്ങളായി സമുദ്രശാസ്ത്രജ്ഞന്മാർ കൊടുത്ത റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അവർ കണ്ണട ചിരട്ടാക്കി നമ്മളെ വഞ്ചിക്കുകയാണ്. ആശാനെ, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ ജലം പിന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനല്ലേ നമ്മൾ മണ്ണെടുക്കുന്നത്? ശരിയായ ചോദ്യം. കുട്ടനാട്ടിൽ പണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മൾ 5-6 പേർ ചേർന്ന് മമ്മട്ടി കൊണ്ട് ഒരു ചാലങ്ങ് തീർക്കും. ഒഴിമുറിക്കൽ എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. നീരൊഴുക്ക് ശക്തമാകുന്നതനുസരിച്ച് ഈ പൊഴിയുടെ ആഴം കൂടി പൊഴിയുടെ വീതി കൂടി ഈ കുട്ടനാട്ടിലെ വെള്ളം കടലിലേക്ക് ഒഴുകുമായിരുന്നു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. ആശാനെ, പിന്നെ ഈ മണ്ണുമാന്തി കൊണ്ട് എന്തിനാ ഇത്രയും മണ്ണ് ഈ തീരദേശത്ത് നിന്ന് വാരിക്കൊണ്ടുപോകുന്നത്? അതാ തട്ടിപ്പെന്ന് പറയുന്നത്. സ്വർണ്ണ വിലയുള്ള മണ്ണ് ഇടനിലക്കാരനും ഭരണാധികാരികളും ചേർന്ന് വിറ്റ് കാശുണ്ടാക്കുന്നു. ഫലമോ ഈ തീരദേശത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകുന്നു. നമ്മൾ വഴിയാധാരമാകുന്നു. ആശാനെ, അതിനല്ലേ സർക്കാർ പണം തന്ന് നമ്മളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്? പുനർഗേഹം. സർക്കാർ തരുന്ന ഈ പണം കൊണ്ട് 4 സെന്റ് സ്ഥലവും കോഴിക്കോട് പോലെ വീട് വെക്കാൻ കഴിയുമോ? അത് ശരിയാ. ഈ പണം വേണ്ടാത്തവർക്ക് ഫ്ലാറ്റ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ശരിയാണോ? എന്തായാലും ജനിച്ച് ഈ നാട് ഉപേക്ഷിച്ച് നമ്മൾ വല്ല ഓണം കയറാൻ മൂലച്ചെന്ന് കൂടണം. ആശാനെ, അതാണ് നമ്മുടെ വിധിയെന്ന് വിചാരിച്ച് സമാധാനിച്ചാ പോരെ? പോരാ. ജനിച്ച മണ്ണിന്റെ അവകാശികളാണ് നമ്മൾ. നമ്മൾ ഇവിടുന്ന് പോയാൽ കരയിൽ പിടിച്ചിട്ട് മീനിന്റെ അവസ്ഥയാകും. ഓ, അങ്ങനെയാ അല്ലേ ആശാനെ? നമ്മുടെ തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വരുമാനം നഷ്ടപ്പെട്ട് പട്ടിണിക്കോലങ്ങളായി മാറും. വിദ്യാഭ്യാസം കിട്ടാതെ നമ്മുടെ കുട്ടികൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി മാറും. നമ്മൾ പരസ്പരം കണ്ടാൽ അറിയാത്തവരായി തീരും. അങ്ങനെ നമ്മുടെ സമൂഹം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും. അത് ശരിയാണല്ലോ ആശാനെ. എന്താണ് ആശാനെ ഇതിനൊരു പരിഹാരം? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് നാം നേടണം. ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ പടപൊരുതണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതണം. പൊരുതി ജയിച്ചവരുടെ എത്രയെത്ര മാതൃകകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സമരസന്നദ്ധരാകണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇപ്പോൾ തന്നെ വിനയന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട്. നമ്മളും അതിൽ അണിചേരണം. ശരിയാ ആശാനെ. സമരം ശക്തിപ്പെടുത്തണം. അവസാനത്തെ വിജയം നമ്മുടേത് മാത്രമായിരിക്കും. കടൽ മണൽ ഖനനം കൂടി തുടങ്ങാൻ പോകുന്നു കേട്ടല്ലോ ആശാനെ, സത്യമാണോ? അതും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിച്ചച്ചട്ടി എടുത്താൽ മതി. ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ കടലിന്റെ ആവാസ വ്യവസ്ഥ മൊത്തം തകരും. മത്സ്യസമ്പത്ത് ഇല്ലാതായിത്തീരും. കടൽ വന്ധ്യമായിത്തീരും. എന്ന് വെച്ചാൽ ഒരു മീനിന്റെ പൊടി പോലും കടലിൽ ഉണ്ടാവില്ല. ശരിയാ. എൻ്റെ അച്ഛനപ്പൂമ്മമാർ എത്രയെത്ര മീനിന്റെ പേരാ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്ന് വിരലെണ്ണാവുന്ന മീനേ ഉള്ളൂ. കടലിൽ പലയിടത്തും പ്ലാസ്റ്റിക്കിന്റെ വലിയ ദ്വീപുകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടല്ലോ. അതെ അതെ, വലിയ മല തന്നെയുണ്ട് പ്ലാസ്റ്റിക്കിന്റെ. ഈ കടൽ ഖനനവും പ്ലാസ്റ്റിക് ദ്വീപും കൂടി ആകുമ്പോൾ കടലിന്റെ കടൽപ്പാര് നശിക്കും. മത്സ്യം മാത്രമല്ല, സകല കടൽ ജീവികളുടെയും വംശനാശം സംഭവിക്കും. യാതൊരു സംശയവും വേണ്ട.
ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത സർവ്വ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള കുപ്പത്തൊട്ടിലായി കടൽ മാറിയിരിക്കുന്നു. തീരത്തെ മണ്ണെടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ അതുകൂടാതെ കടലിലെ മണ്ണെടുക്കാൻ പോകുന്നു. ഈ കാട്ടുനീതിക്കെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. സന്ധിയില്ലാത്ത സമരം ചെയ്യണം. അത് നേരെ ആശാനെ, പറയാശാനെ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇമാരെ കത്തിക്കണോ? വേണമെങ്കിൽ അതും ചെയ്യും. ഞങ്ങൾ വേണ്ട, നമുക്ക് സഹന സമരം മതി. ഗാന്ധിജി കാണിച്ചു തന്ന സമാധാനത്തിന്റെ സമരം. ശരിയാശാനെ, ഈ സമരത്തിന് ഇനി ഞങ്ങളും ഉണ്ട് കൂടെ. കരിമണൽ ഖനനം വേണ്ടേ വേണ്ട. കരിമണൽ ഖനനം വേണ്ടേ വേണ്ട. കരിമണൽ ഖനനം വേണ്ടേ വേണ്ട. കരിമണൽ ഖനനം വേണ്ടേ വേണ്ട. അധികാരവർഗമേ അലംഭാവമെന്തിന്? കണ്ണൊന്നടച്ചിരുട്ടാക്കി നീ ചെയ്യുന്നതെല്ലാം ഇതുപോലെ അഭിചാരങ്ങളോ? അമ്മതൻ തിരുമാറു വെട്ടിപ്പിളർന്നതും പൈമ്പാൽ ഞരമ്പുകൾ എല്ലാം അറുത്തതും ആർത്തിയൊടുങ്ങാതെ നിന്നെയും പേറിയ ഗർഭപാത്രം കീറി ചുടുരക്തമൂറ്റി നീ വിൽക്കുന്നതെന്തിനോ? അത്യാർത്തി പേറി നീ ചെയ്യുന്നതെന്തഹോ? തീരങ്ങളൊക്കെയും അലറിക്കരയവേ, തിരമാല പേടിച്ചരണ്ടങ്ങു നിൽക്കവേ, ഇമയൊന്നു വെട്ടാതെ നിദ്രയിലാഴാതെ ജീവച്ഛവങ്ങൾ പകച്ചിന്നു നിൽക്കവേ, സപ്രപഞ്ചത്തിൽ രമിച്ചു മതിക്കുന്ന അധികാരമേ എന്ന് മനുഷ്യനാകും, പച്ച മനുഷ്യനാകും.